മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ്, ഡിപ്ലോമ ഇൻ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് നഴ്സിംഗ്, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ എക്സ്റേ ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ആയുർവേദ നഴ്സിംഗ്. വിജയകരമായി ട്രെയിനിംഗ് പൂർത്തിയാക്കുന്ന ഏവർക്കും വിദേശത്തും സ്വദേശത്തും തൊഴിലവസരം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ. വിദ്യാർത്ഥികൾക്കായി സൗജന്യമായി യൂണിഫോം, ID കാർഡ് വിതരണം, കൺസെഷൻ കാർഡ്, കമ്പ്യൂട്ടർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും ലഭ്യമാണ്. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ അതിശയകരമായ തിരിച്ചുവരവ് ആഘോഷമാക്കി മാറ്റുകയാണ് തിരുവിൽവാമലയിലെ ആരാധകർ. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ അർജന്റീനയുടെ അതിശയകരമായ തിരിച്ചുവരവ് ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവില്ലാമലയിലെ ആരാധകർ. ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരായ അർജന്റീനയുടെ മിന്നുന്ന വിജയം ആരാധകർക്ക് സമ്മാനിച്ചത് അതിരുകളില്ലാത്ത ആവേശമാണ്. തിരുവില്ലാമല ഗ്രാമീണ വായനശാലയിൽ ബിഗ് സ്ക്രീനിൽ മത്സരം വീക്ഷിച്ച നൂറുകണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് വിജയത്തിമിർപ്പിൽ മതിമറന്നത്. ഇന്നത്തെ കളി വിലയിരുത്താൻ വേണ്ടിയിട്ട് ബ്രസീൽ ഫാൻസും ഫ്രാൻസ് ടീമിന്റെ ഫാൻസോളും അർജന്റീന ടീമിന്റെ ഫാൻസോളും പോർച്ചുഗൽ ടീമിന്റെ ഫാൻസും എല്ലാവരും വന്നിരുന്നു. പക്ഷെ നമ്മള് മൊത്തം 40 ടീമുണ്ടെങ്കിൽ 39 ടീമും നമുക്ക് എതിരാണ്. നമ്മൾ അർജന്റീന എന്ന് പറഞ്ഞ ടീം ഒറ്റയ്ക്കാണ്. ആ അർജന്റീന എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ, അത് മിശിക എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അവിടെ കാലം ആ മനുഷ്യൻ ആ കപ്പ് തൂക്കിയിരിക്കും. അതിന് മാറ്റില്ല. അതാരെന്ത് പറഞ്ഞാലും മാറ്റില്ല. ശരിയാക്കിയ പെനാൽറ്റി എല്ലാം മിസ്സാക്കി എന്ന് പറഞ്ഞുള്ള ഒരു അപവാദം പ്രചരണമുണ്ട്. ഒരിക്കലുമില്ല. നമുക്ക് 100% വിശ്വാസമായിരുന്നു നമ്മുടെ മെസ്സിക്ക് അവിടെ ഉള്ളിടത്തോളം കാലം അവൻ കളിച്ച് ജയിപ്പിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പിന്നെ 80 മിനിറ്റിന് ശേഷം ആ കളി തിരിഞ്ഞ് ആ മാർട്ടിനസ് നമ്മുടെ കളത്തിൽ വന്നപ്പോ ആ കളി അങ്ങോട്ട് മറന്നു. കളി നമ്മുടെ കയ്യിലാണ്. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കളി. അതായത് 90 മിനിറ്റ് കളിച്ചു. ആ 90 മിനിറ്റില് 80 മിനിറ്റ് പന്ത് നമ്മുടെ കയ്യിലാണ്. എന്തായാലും പറഞ്ഞാൽ ജയിച്ചാൽ ജയിച്ചില്ലെങ്കിലും കാര്യമല്ല. അർജന്റീന ജയിച്ചപ്പോൾ എന്താ വെച്ചാൽ കൊള്ള ആവേശമായി. 78 മിനിറ്റ് വരെ 2 ഗോളിന് പിന്നിലായിരുന്ന അർജന്റീന ആരാധകർ നിരാശരായി പിൻവലിയാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് തിരികെ എത്തിയത്. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിൽ അവസാന 15 മിനിറ്റിൽ 3 ഗോളുകൾ അടിച്ചു കയറ്റി അർജന്റീന ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. തിളക്കമാർന്ന ഈ വിജയത്തോടെ ലോകകപ്പ് കിരീടം തങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് തിരുവില്ലാമലയിലെ അർജന്റീന ഫാൻസ്. നെയ്മറിന് വേണ്ടി കപ്പത്തിരിക്കും. ഈ കാട്ടുകാർ 2 ഗോളിന് പിന്നിട്ടതിന് ശേഷം 3 വർഷം. പക്ഷെ എന്നാലും നിങ്ങള് പകരം ഓക്കെ, എന്നാലും നിങ്ങളെ ഈ പിന്നെ ഫസ്റ്റ് ടൈമില് ഈജിപ്ത് അടിച്ചപ്പെടുന്ന വിഷാദങ്ങൾ ഞാൻ കണ്ടിരുന്നല്ലോ. അല്ല ഒരു മെസ്സി കൂട്ടി. പക്ഷെ ഞങ്ങള് മെസ്സി അപ്പത്തെ കളിക്കാല്ലേ നമ്മുടെ എല്ലാവരും കൂട്ടി ഓടിച്ചു. ന്യൂസ് ബ്യൂറോ, CCV ന്യൂസ്.